കണ്ടാൽ കൊതി കൊണ്ട് കരള് തോ. അല്ല തമ്പുരാട്ടിയെ, എനിക്ക് ഇന്നലെ വന്നേ ചെക്കനെ പറ്റിയില്ലേ. ഇനിയിപ്പോ പറ്റിയാലും പറ്റിയില്ലെങ്കിലേ ആ കല്യാണം ഞങ്ങൾ നടത്തും. എൻ്റെ സമ്മതം ചോദിച്ചങ്ങാണ്ടേ നടത്തേണ്ട ആവശ്യമൊന്നേ ഇപ്പൊ ഇല്ല. എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചതാണ്, എനിക്ക് പറ്റിയോ പറ്റിയില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താടി എൻ്റെ തൊള്ളയിലെന്താ പൂളക്കണ്ടം പൊയിങ്ങി വെച്ചിക്കണ? അല്ലെങ്കിൽ 100 നാവാണല്ലോ എനിക്ക്. ഞാൻ എന്തെങ്കിലും കൊണ്ട് പറയുമ്പോത്തിന് തട്ടുത്തരം പറഞ്ഞ് എന്നെ കൊണ്ട് ഇല്ലാതാക്കുമല്ലേ ചേച്ചി. ഇപ്പൊ എന്താ അണ്ണാക്ക് കറങ്ങി പോയ നാവ്? എളാമ ഇപ്പാക്ക് മരുന്ന് കൊടുത്തീന്നാ? ഇല്ലല്ല, ഞാൻ ഏതാലേ അത് കൊടുക്കട്ടെ. നാവൊന്നും ഇറങ്ങിപ്പോയിട്ടിയ. എന്താ പെണ്ണിന്റെ നകളിപ്പ്? വെറുതെ അല്ല പെണ്ണിന്റെ തള്ളനെ നേരത്തെ തന്നെ അത് കെട്ടിയെടുത്തത്. ഇപ്പ ഗുളിക കുടിക്കണ്ടേ? ഇന്ന് എന്ത് പറ്റി? ഗുളിയൊന്നും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകാണ്ടിരിക്കല്ലോ. നിങ്ങൾ വല്ലതും അറിയണ്ടപ്പോ ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ നടക്കണ്ട ഈ പേരൻ്റെ ഉള്ളിലെന്നറിയോ? ഏളാമ എന്നുണ്ടെങ്കിലോ ഇന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോ കുത്തുവാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താപ്പാ ഒന്നും മുണ്ടാതെ ഇങ്ങനെ കെടുക്കണ്? ഉറങ്ങി നിങ്ങള് ചെക്കനെ ഇങ്ങക്ക് ഇഷ്ടായാലേ നിങ്ങളെ ഈ മോൾക്കും ഇഷ്ടപ്പെടൂട്ടാ. ഇപ്പൊ നീക്കി ഞാനേ ഉളിക എടുത്ത് തരാം. എന്നിട്ടാണ് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാൻ. ഞാൻ എന്തെങ്കിലേ പറയാൻ കാത്തിക്കാണ് എളാമ. എൻ്റെ നേരಕ್ಕೆ വെറുതെ പ്രശ്നത്തിന് വരാൻ. ഞാൻ ഒന്നും മുണ്ടാതെ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്ന് അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അനക്ക് ഇഷ്ടമായില്ലെങ്കിലും എന്നെക്കൊണ്ട് ഞങ്ങൾ കെട്ടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഞാൻ അവരോടൊരു എതിർത്ത് വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയന്നെ. വേറെ എന്തെങ്കിലും പണി വേണ്ടവർക്ക് എന്നാ നീക്കിപ്പാ. ഞാൻ ഇത്രയും പറയാന്നല്ലാതെ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഉറങ്ങന്നെയാണ്. നീക്കേ എണീറ്റിടുവാണ് എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാന്. നീക്ക് ഇപ്പ 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 നിങ്ങൾ ഈ കുഞ്ഞോളെ കളിപ്പിക്കലിട്ടാ നിങ്ങൾക്ക് ഇതൊരു പതിവാണ്. ഇപ്പൊ ഈ ബോധമില്ലാത്ത പോലെ കെടുക്കല്. ഇപ്പ 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 വേണ്ടട്ടപ്പ. ഇതേ ഈ കുഞ്ഞോൾക്ക് പേടിയാവുണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കെടുക്കുന്നുണ്ടിട്ട്. ഇപ്പ ഇപ്പ എളാമ നസിയെ ഇവിടെ ഒന്ന് വാ. ഇപ്പ ഇപ്പ എന്തിരുത്ത കുഞ്ഞോളത്? എത്ര ദിവസമായി ഒരേ ഇരുത്തങ്ങനെ ഇരിക്കണേ? ഇജൊന്ന് അവിടുന്ന് നീച്ച. ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടെങ്കില് പോയപ്പേ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവോ? ഇല്ലല്ലോ. എൻ്റെ ഉപ്പാക്ക് ഇഷ്ടല്ല ഇങ്ങനെ കരയണെന്നുള്ളത് എനിക്കറിയില്ല. എന്തിനാ കുട്ടിയെ ഈ ഇങ്ങനെ നൊലോളിക്കണത്? ആകെപ്പാടൊക്കെ സങ്കടം പറയാന് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു സഫിയാത്ത. എന്ത് സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനോട് പറയായിരുന്നു. ഇപ്പൊ കൊറേ സമാധാനിപ്പിക്കുമായിരുന്നു. കാര്യമില്ല. ഈ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ്. എൻ്റെ ആളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഉപ്പാനെ പടച്ചം കൊണ്ടുപോയതേ എത്ര നന്നായി എന്നുള്ളത്. എത്ര കാലായടി ആ പാവി കട്ടുമ്പോ ഇങ്ങനെയൊക്കെ എടുക്കണ്. പോരാത്തതിന് എൻ്റെ എളാമാന്റെ ഉപദ്രവവും കുത്തുവാക്കും വലിയൊരു ആശ്വാസമാണ്. എൻ്റെ ഉപ്പ കട്ടുമ്പോ കിടന്നാണെങ്കിലും എന്ത് സങ്കടം ഞാൻ വേഗം വന്ന് പറയായിരുന്നു. അപ്പൊ പറയായിരുന്നു പോട്ടെ മോളെ ഒക്കെ ശരിയാവുന്നു. പക്ഷെ അന്ന് രാവിലെയും കൂടി ഞാൻ ഉപ്പാനോട് കുറെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞിട്ട് കുടികൾക്ക് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയത്. എൻ്റെ ഉപ്പാനെ പടച്ചോനെ ഈ നരകത്തുനിന്ന് കേച്ചിലാക്കിന്ന് വിചാരിച്ചാൽ മതിച്ച്. എൻ്റെ ആള് പോയിന്ന് കുളിക്ക്. എന്താ ഇപ്പൊ ചേലും കോലും. എപ്പോഴും പറയായിരുന്നു എൻ്റെ കുട്ടി പെണ്ണിറങ്ങണത് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എളാമാനോടൊന്നും പ്രശ്നത്തിന് നിൽക്കണ്ട, അവര് പറഞ്ഞതനുസരിച്ച് നിന്നോണ്ടി. എൻ്റെ കുട്ടി കയറി ചെല്ലിനോടത്ത് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഉമ്മാനിപ്പാനും കിട്ടുന്ന എപ്പോഴും പറയായിരുന്നു. ഇവിടുന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവിടുന്ന് കിട്ടുന്ന എപ്പോഴും പറയായിരുന്നു. ഇൻ്റെ ആൾ ഒന്നോണ്ട് വിഷമിക്കണ്ട. എനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഈ സഫിയാത്താനോട് പറഞ്ഞൂടെ? ഞാൻ ഇല്ലേ എൻ്റെ കൂടെ? ഇജ് വേറെ ഒന്നും ചിന്തിക്കണ്ട. അല്ല കുഞ്ഞോളെ, എനിക്ക് ജമാല് വിളിച്ചീന്ന. വേണ്ടത്ത ജമാലെന്ന് പറഞ്ഞ അധ്യായി
അതെന്നോ അടഞ്ഞതാണ്. അതിഞ്ഞി പുതുക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അവനക്ക് കിട്ടും നല്ലൊരു പെണ്ണിന്, അത് മതി അവനക്ക്. എൻ്റെ ഇപ്പൊ മരിക്കണേന് 4 ദിവസം മുന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ കുട്ടി അവനെ മറക്കണം, എൻ്റെ കുട്ടിക്ക് വിധിച്ചിട്ടില്ല അവനെ എന്നുള്ളത്. എന്നാലും സഫിയത്ത അവന് ഭയങ്കര കാര്യമായിരുന്നു. അവനോട് വർത്താനം പറയുമ്പോൾ സങ്കടങ്ങളൊന്നും അറിയില്ല. എന്തോ ഉള്ളിൻ്റെ ഉള്ളില് ചെറിയൊരു ഇഷ്ടം എനിക്കും പൊട്ടിമുളച്ചിരുന്നു. എളാമി നസീമി വിളിച്ച് പറഞ്ഞ കാര്യത്തിന് അവനോട് ഓരോന്ന് പറഞ്ഞത്, ഞാൻ അവനെ ചതിച്ചെന്ന് പറഞ്ഞത്. ഒന്നും വേണ്ട, ഈ പെണ്ണിനെ നല്ലതൊന്നും വിധിച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാല് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഞാൻ. അത് ശരിയാജി പറഞ്ഞത്. അല്ലെങ്കിലും കഴിഞ്ഞു പോയതൊന്നേ പുതുക്കാൻ നിൽക്കണ്ട. ഇജേ പോയി കുളിക്കാൻ നോക്ക്. എത്ര പ്രാവശ്യമായി ഞാൻ പറഞ്ഞത്, ഇജ് കുളിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ എന്റെ ചേലും കോലും. ഒരാഴ്ച കഴിഞ്ഞാലേ എന്റെ കല്യാണം എന്നുള്ള ബോധം എനിക്ക് വേണട്ടോ. ഇക്കിടക്ക് വിളിക്ക അവിടുത്തെ അമ്മ നല്ല സ്നേഹത്തില സംസാരിക്ക. അവിടെ ഒരു പെങ്ങളുട്ടിയുണ്ട്, അത് നല്ല സ്നേഹത്തില. എൻ്റെ ഉപ്പ പറഞ്ഞ മാതിരി ഇവിടുന്ന് കിട്ടാത്ത സ്നേഹം ചിലപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടുമായിരിക്കും. ഇല്ലത്താ, എനിക്ക് ഇവിടുന്ന് കിട്ടാത്ത സ്നേഹേ എൻ്റെ ഉപ്പ പറഞ്ഞ മാതിരി ആരാൻ്റെ പേരേന്ന് കിട്ടുമടി. എനിക്ക് നല്ലൊരു ഉമ്മാനിപ്പാനി അവൻ കിട്ടല്. പോരാത്തതിന് അന്നെ നല്ലോണം സ്നേഹിക്കണ ചെക്കനെ. സഫിയാത്താൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് ചോദിക്കാണ്, എനിക്ക് പോയിക്കൂടടി ജമാലിന്റെ കൂടെ. ഓള് ആള് തിരക്കടില്ലല്ല. കൂട്ടുകാരത്തേക്ക് ഒളിച്ചോടാൻ വേണ്ടിട്ടുള്ളേ പ്ലാനിങ് പറഞ്ഞു കൊടുക്കണില്ലേ. കാഞ്ചര ഞാൻ പോട്ടെ, ഞാൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ അന്നെ പോലത്തെ ഒരു പെൺകുട്ടീനെ ഞങ്ങളെ കുടുംബത്തേക്കൊന്നേ ഏകിയിട്ടില്ല. എൻ്റെ ഏടത്തേക്ക് അറിയൊന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നാലും ഒരു ചെറിയ ഇഷ്ടം പോലും എനിക്ക് അവനോട് ഉണ്ടായിട്ടില്ല. ഇന്നലെ എന്നെ വിളിച്ചിട്ട് കുറേ സങ്കടം പറഞ്ഞു. കുട്ടിക്കാലം മുതൽ കാണുറത്തിയതല്ല എന്നെ. അവൻ്റെ മനസ്സിച്ച് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അൻ്റെതും കേൾക്കണം, ഓൻ്റെതും കേൾക്കണം. എന്താവും എൻ്റെ ആളെ ജീവിതം ഇനി. ഇജ ആള് തിരക്കടിയല്ലേ സഫിയ. ഞാൻ കരുതിയത് എന്താണെന്നറിയോ, ഇജ എൻ്റെ കൂട്ടുകാരിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാവുന്നു. വാപ്പ മരിച്ചിട്ടേ കുറച്ച് ദിവസമായിട്ടുള്ളു. അപ്പോതിന് ഇജ എന്താ ഓൾക്ക് പറഞ്ഞു കൊടുക്കണത്? ചാടി പോവാനുള്ള അടവാ. ഇജ ആള് തിരക്കടിയല്ലോ. ഏടത്തിന്റെ മകൻക്കേ പെണ്ണ് കിട്ടണെങ്കിലേ വേറെ എവിടെന്നെങ്കിലും പോയി അന്വേഷിക്കാൻ പറയും. ഇന്റെ കുട്ടിനെ തന്നെ എനിക്ക് വേണാ പെണ്ണായിട്ട്. അല്ലോ, ഓളെ വാപ്പ മരിച്ചിട്ടുള്ളൂ. ഓളെ വാപ്പാന്റെ ഏളാമ ഞാൻ ഇവിടെ ഉണ്ട്. ഓളെ ഞാൻ മകളായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ ട്ടാ. ഈ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോളേ ഇജ് ഓളെ ഇവിടുന്ന് ചാടി പോവാനുള്ള സപ്പോർട്ട് ഇജ് ആള് തിരക്കടിയല്ലടി. ഞാൻ പറഞ്ഞതിലേ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. നിങ്ങൾ ഈ പെൺകുട്ടിനെ ഇട്ടുങ്ങാണ്ട് ഇതിലിട്ടുങ്ങാണ്ട് ദ്രോഹിക്കണതേ ഞങ്ങൾക്ക് അറിയാലോ. എന്തോരം ദ്രോഹമാണ് അത് അനുഭവിച്ചിരിക്കണത്. പിന്നെ ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്ക്. നിങ്ങളൊരു സ്വന്തം മോളെ പോലെയാണല്ലോ ഓളെ കാണുന്നത്. നിങ്ങൾ എന്നും കണ്ട് ഇവളെ ജീവിതത്തിക്ക് കയറി വന്നോ, ഇവളെപ്പാന്റെ ജീവിതത്തിക്കും കയറി വന്നോ അന്ന് തുടർത്തി ഇതിന്റെ ദുരന്തം. എന്ത് കഷ്ടകാലത്തിനാണാവോ ഇവളെപ്പാക്ക് നിങ്ങളെ കെട്ടാൻ തോന്നിയത് രണ്ടാമത്. അത്രയും ദ്രോഹമാണ് നിങ്ങൾ ഇവൾക്ക് വേണ്ടി ചെയ്ത് കൂട്ടിക്കുന്നത്, കുറച്ചൊന്നല്ല. ഇത്ത വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. ഞാൻ ചിലപ്പോ ഓളെ ഉപദ്രവിച്ചിന്ന് വരും, അടിച്ചിന്ന് വരും, ഒക്കെ വരും. കാരണേ ഓൾക്ക് തിന്നാൻ കൊടുക്കണത് ഞാനാണ്, ഇജ്ജല്ല തിന്നാൻ കൊടുക്കണത് ട്ടാ. ഓളെ വാപ്പി ഇമ്മില്ലെങ്കിലേ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമല്ല. ഓള് ചാടി പോവാനുള്ള ഉപദേശം കൊണ്ട് വന്നിക്കണ്. ഞാനേ എൻ്റെ ഏടത്തിന്റെ മോനെ കൈ കിട്ടട്ടിച്ചിട്ട് തന്നെയാണ് ഓനോട് പറഞ്ഞാണ്ടി ഇനി ഇവളെ ഫോണിക്ക് വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോയിക്കോണ്ടിന്നുള്ളത്. ഇവളെ കല്യാണാണ് അടുത്ത ആഴ്ച. അല്ലോ, എന്താ ഓളെ ഉഷാറ്. എനിക്ക് ചാടി പോയിക്കൂടെ എന്നുള്ളത്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോത്തിനെ ഞാൻ ഇറങ്ങി പോവാനേ ഈ പേരും പറയുമ്പോ നിങ്ങളെ പേരിലല്ലല്ലോ. ഇതിപ്പോള് കുഞ്ഞോളെ പേരിലാന്നുള്ള ബോധം നിങ്ങൾക്ക് ഉള്ളത് നല്ലതാ. ഞാൻ അങ്ങനെ കുഞ്ഞോളോട് പറഞ്ഞിക്കണെന്നുണ്ടെങ്കിലേ
അത് അവള് ഇവിടുന്ന് കഴിച്ചിലായിക്കോട്ടെ വെച്ചിട്ടാണ് ഈ നരകത്തുനിന്ന് നിങ്ങളൊന്നും മുണ്ടാതെ പോയിന്നു. ഇക്ക് നിങ്ങളോടെ വർത്താനം പറയാനില്ല. ഓള് ചാടി പോയിട്ട് വേണം അതിന്റെ വേറെ ഒന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കണേ, അതിന്റെ കല്യാണം കൂടി മുടങ്ങാന്. ആള് തിരക്കടിയടി. ഇജേ നല്ലത് പറഞ്ഞു കൊടുക്കാനും നനങ്ങാണ്ടേ ഓളെടുത്ത് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഓൾക്ക് ഞങ്ങളൊക്കെ തന്നെ ഉണ്ട്, ധാരാളാണ് ഞങ്ങളൊക്കെ. എന്റെ കുടുംബത്തിലെ ചിലപ്പോ പല സംഭവങ്ങളും നടക്കും. അതിന് ഇജ ആരാടി ചോദിക്കാന്? ഇജ എന്റെ കുടുംബത്തെ കാര്യം നോക്കിയാ പോരെ. ലീമേ എല്ലാരോടും ചാടി കളിക്കണ പോലെ ഇന്നോട് ചാടി കളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വേണ്ടത്ത അവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ത പൊയ്ക്കോളി, അതാ നല്ലത്. ഇനി ഇത്താനോടും കൂടി സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സമനില തെറ്റിപ്പോവും. എൻ്റെ ആകെപ്പാടുള്ള ഒരാശ്രയം എനിക്ക് തന്നെയാണ്. എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയാൻ. പൊയ്ക്കോളി, അതാ നല്ലത്. എൻ്റെ കല്യാണത്തിന് ഇനിയൊരാഴ്ച ഉണ്ട്. ഈ ഒരാഴ്ച ഇജ്ജ് ഈ തള്ളനി മോളി സഹിക്കണം. അതുകൊണ്ട് ഇജ്ജ് കുറച്ചെങ്കിലും ഒന്ന് സ്ട്രോങ് ആവും കുഞ്ഞോളെ. ഇങ്ങനെ അയ്യോഭാവം കളിക്കല്ലേ. ഇജ്ജ് പോയിട്ട് എണീച്ച് കുളിച്ചിങ്ങാണ്ട് വല്ലതും തിന്നാ നോക്ക്. ഞാൻ പോയി എന്നാല്. കിനാവിൻ്റെ ലോകത്ത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.